ആ തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്താൻ തുടങ്ങിയ മദനിയുമായി വളരെ നല്ല ബന്ധം പുലർത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ വ്യക്തിപരമായി. അതിനകത്തിരിക്ക് യാതൊരു കുറ്റബോധവുമില്ല. മദനിയെ കർണാടകയിലെ അഗ്രഹാര ജയിലിൽ അടച്ചിരുന്നത് കെട്ടിച്ചമച്ച ഒരു കേസിനെ ആസ്പദമാക്കിയായിരുന്നു. എല്ലാ മഹാന്മാർക്കും ഒരു പാസ്റ്റുണ്ട്, എല്ലാ പാപിക്കും ഒരു ഭാവിയുണ്ട്. ജമ്മു കാശ്മീരിലെ സംഭവവികാസങ്ങളെ അതിൻ്റെ ചരിത്രപരമായ തുടർച്ചയിൽ കാണേണ്ടതാണ്. ഇപ്പോൾ പാർട്ടി ജനങ്ങൾ ചിന്തിക്കുന്നത് ഇക്കാര്യത്തിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് ഭീകരവാദത്തെ നേരിടണം എന്നുള്ളതാണ്. അതാണ് പാർട്ടിയുടെ കാഴ്ചപ്പാട്, ജനങ്ങളുടെ കാഴ്ചപ്പാട്. അവിടുത്തെ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 370യുമായി ബന്ധപ്പെട്ട ചിന്തയുണ്ടാവും. അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. അതല്ല ഇപ്പൊ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതിനുശേഷമേ ജമ്മു കാശ്മീരിൽ ടൂറിസം വളർന്നു. ഒപ്പം തന്നെ അവിടുത്തെ ജനങ്ങൾ ഇപ്പം ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ അവിടെ രംഗത്തിറങ്ങി പാകിസ്ഥാന് വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല, രംഗത്തിറങ്ങി. അന്നേരം ആർട്ടിക്കിൾ 78 മാറ്റിയത് ഒരു പരിധിവരെ ജനങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്ന അവരുടെ സാമ്പത്തിക നില വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാക്കിയിട്ടില്ല. ആ ചോദ്യം നമുക്ക് ചോദിക്കാൻ ഇനിയും സമയമുണ്ട്. ഇപ്പൊ നമ്മൾ ഊന്നേണ്ടത് ഒരാൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഈ ഭീകരകൃത്യം അത് പടരാതിരിക്കുക, ഇത് ആവർത്തിക്കപ്പെടാതിരിക്കുക. ഇപ്പൊ ഈ ഭീകരകൃത്യത്തെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യുമ്പോൾ ചിലര് നേരത്തെ ഭീകരകൃത്യം ഉണ്ടായപ്പോൾ അവിടെ ഗവർണറായിരുന്ന സത്യപാൽ മാലിക് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ചോദ്യം ചോദിച്ച സുഹൃത്തിനെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷെ അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ ഇപ്പൊ പോകണ്ട. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഡൽഹിയിൽ പാർലമെന്റ് അനക്സിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗമുണ്ട്. അവിടെ നമുക്ക് കൂട്ടായ തീരുമാനമെടുക്കാൻ കഴിയണം. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ ഭാവിയിൽ ചർച്ച ചെയ്യേണ്ടി വരും. ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയം അതല്ല എന്നുള്ളതാണ് എന്റെ എളിയ അഭിപ്രായം. വർഗീയ തീവ്രവാദത്തെ കുറിച്ച് പറയുമ്പോൾ മുൻപ് മദനിയുമായി ചേർന്ന് നിന്ന ഒരു ചരിത്രം സിപിഎമ്മിനുണ്ട്. അടുത്ത കാലത്താണെങ്കിൽ പി ജെ രാജന്റെ പുസ്തകത്തിൽ മദനി തീവ്രവാദം വളർത്തിയ ആളാണെന്നുള്ള ഒരു പരാമർശം എന്നുള്ളത് വലിയ വിവാദമാണ്. അത് നമ്മൾ എല്ലാത്തരം വർഗീയവാദത്തോടും തുല്യ ദൂരം സൂക്ഷിക്കട്ടെ. മദനിയുടെ കാര്യത്തെക്കുറിച്ച് പി ജയരാജന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് എന്റെ സുഹൃത്ത് പറഞ്ഞത് ശരിയാണ്. പക്ഷെ അത് മാത്രമല്ല പി ജയരാജൻ എഴുതിയിട്ടുള്ളത്. അതേ പുസ്തകത്തിൽ തന്നെ ഈ തീവ്രവാദ നിലപാടുകളെല്ലാം ഉപേക്ഷിച്ചിട്ട് തന്റെ തീവ്രവാദ നിലപാടുകൾ തെറ്റായിരുന്നു എന്ന സമീപനം മദനി എടുത്തതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മദനിയെ കർണാടകയിലെ അഗ്രഹാര ജയിലിൽ അടച്ചിരുന്നത് കെട്ടിച്ചമച്ച ഒരു കേസിനെ ആസ്പദമാക്കിയായിരുന്നു. ആ കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന് തെളിയിച്ച മലയാളിയായ നിങ്ങളുടെ ഒരു സഹപ്രവർത്തക, ഒരു വനിതാ പത്രപ്രവർത്തക, അവരെ ഭീകരവാദ നിയമത്തിൽ ഉൾപ്പെടുത്തി അവർക്കെതിരായിട്ട് കേസ് ചാർജ് ചെയ്യാനുള്ള നീക്കം ഉണ്ടായി. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിലുള്ള കാര്യമാണ്. നമ്മൾ വളരെ പ്രസിദ്ധമായൊരു വാചകമുണ്ടല്ലോ, എല്ലാ മഹാന്മാർക്കും ഒരു ചരിത്രമുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ പഴയകാല ചരിത്രത്തിൽ പല കുറ്റങ്ങളും നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പൊ മഹാത്മാഗാന്ധിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളെല്ലാം സൂക്ഷ്മമായി വായിച്ചിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവും. മഹാത്മാഗാന്ധി ഇതൊക്കെ തുറന്നു പറയേണ്ടിയിരുന്നു എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള തന്റെ പഴയകാലത്തെ ചില കാര്യങ്ങൾ സത്യസന്ധമായി ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ മഹാന്മാർക്കും ഒരു പാസ്റ്റുണ്ട്, എല്ലാ പാപിക്കും ഒരു ഭാവിയുണ്ട്. എവരി സെയിന്റ് ഹാഡ് എ പാസ്റ്റ്, എവരി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ. ഇന്ന് തെറ്റ് ചെയ്ത ഒരാൾക്ക് അയാൾ തെറ്റ് ചെയ്തു, ഇനി ഒരിക്കലും അയാൾ നന്നാകാൻ പാടില്ല നമ്മൾ പറയാൻ പാടുണ്ടോ? പാടില്ല. മാനസാന്തരപ്പെട്ട് അയാൾ നന്നാവണം. മദനി തീവ്രവാദപരമായ നിലപാടെടുത്തിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ. കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പങ്കില്ലാത്ത അദ്ദേഹത്തെ പങ്കാളിയാക്കി വിചാരണ ചെയ്ത് ജയിലിൽ കിടന്ന് പുറത്തു വരുമ്പോൾ അത് വേറൊരു മദനിയാണ്. തന്റെ
മുമ്പത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾ തന്നെ എത്ര തെറ്റായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ മദനിയാണ്. ആ തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്താൻ തുടങ്ങിയ മദനിയുമായി വളരെ നല്ല ബന്ധം പുലർത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ വ്യക്തിപരമായി. അതിനകത്തിരിക്കും യാതൊരു കുറ്റബോധവും ഇല്ല. ആർക്കെങ്കിലും വേണേൽ മുദ്രയടിക്കാം. രണ്ടാമത്തെ മദനിയുടെ സുഹൃത്താണ് ഞാൻ, യാതൊരു സംശയമില്ല. അദ്ദേഹം തന്റെ തെറ്റുകളിൽ പശ്ചാത്തപിച്ച് അത് തിരുത്തണമെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരാളാണ്. പി ജയരാജന്റെ ഗ്രന്ഥത്തിൽ ഇത് രണ്ട് ഭാഗവും പറയുന്നുണ്ട്. അതിലൊരു ഭാഗം മാത്രം എടുത്ത് അദ്ദേഹത്തിന്റെ പൂർവ്വകാലത്തിലെ തെറ്റായ നിലപാടുകളെ കേൾക്കുന്നവരുടെ മനസ്സിൽ തീ കൊളുത്തുന്ന പ്രസംഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്, വികാരം ആളിക്കത്തിച്ചുകൊണ്ട്. ആ മദനി ഇപ്പൊ ഇല്ല, എത്രയോ കാലമായിട്ടില്ല. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതിന് അദ്ദേഹത്തിന് അത് ശരിയാണ്, അങ്ങനെ സംഭവിക്കാം. പഴയ മദനി പുതിയ മദനിയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ടാവാം. അതെല്ലാവരുടെയും കാര്യത്തിൽ സംഭവിക്കാം. അതിന് പാവം മദനിയെ കുറ്റപ്പെടുത്തരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്.